അദ്ദേഹം അല്പം ക്ഷീണിതനായിരുന്നു. അപ്പം എനിക്കൊരു ചെറിയൊരു വിഷം തോന്നി, അദ്ദേഹം ക്ഷീണിതനാണല്ലോ എന്നെ മനസ്സിൽ തോന്നി. പക്ഷെ അത് ഞങ്ങൾക്കെല്ലാം വലിയ അനുഭവമായിരുന്നു. കാരണം ഇത്രയും അടുത്തൊരു പരിശുദ്ധ പിതാവിനെ കാണുവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു അവസരമായിരുന്നു. അതിനുശേഷം സർവ്വസമ്മേളനം നടന്നപ്പോൾ അന്ന് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അദ്ദേഹം നടന്നുകൊണ്ട് സ്റ്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നടന്നാണ് ആ ഹോളിലേക്ക് കടന്നു വയ്യാതിരുന്നിട്ടും വളരെ ഊർജ്ജസ്വലനായി ചിരിച്ചുകൊണ്ട് പ്രസന്നപതനായി ഫുൾ മൂഡിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. അദ്ദേഹം നടന്നു കയറി വന്നു, കസേരയിലിരുന്നു, എഴുതി തയ്യാറാക്കിയ ഗുരുദേവനെ പറ്റിയുള്ള പ്രസംഗം അദ്ദേഹം വായിച്ചു. അതിനുശേഷം ഞങ്ങളടുത്ത് 185 പേരെ നേരിട്ട് കണ്ടു. 185 പേരുടെ ഗിഫ്റ്റ് മേടിച്ചു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നു കാണുമെന്ന്. കാരണം അത്രയ്ക്ക് ഇന്ത്യയോടും ഹിന്ദു മതത്തോടുമുള്ള സ്നേഹം കൂടിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. അത്രയ്ക്ക് ഒരു താല്പര്യം അവിടെ കണ്ടത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. മാത്രമല്ല വേറെ 2 സാഹചര്യങ്ങളായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അത് മൊത്തം അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ കാണുന്നത്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഡിസംബർ 30-ന് കാണുന്നത്. മറ്റു ഓഗസ്റ്റ് 13-ന് കണ്ടു, ഇത് ഡിസംബർ 30-ന് കണ്ടു. ഈ പരിപാടി നടന്നത് 30-നാണ്. അപ്പൊ അദ്ദേഹം കടന്നു വന്ന് ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂറാണ് ചെലവഴിച്ചത്. ഞങ്ങള് ഒരു അരമണിക്കൂർ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നില്ല. 2 മണിക്കൂർ ചെലവഴിച്ച് ഞങ്ങളുടെ പരിപാടി തീർന്നത് 3 മണിക്കൂറായി. എല്ലാവരെയും ചിരിച്ചാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പം അതിന് പരിപാടിക്ക് ശേഷം ഒരു ഹൈന്ദവ സഹോദരൻ പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. പറഞ്ഞ ഒരു വാക്കാണ് 2 വാക്കാണ് പറഞ്ഞത്, പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ ഓർത്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്, നമ്മളെല്ലാം ധൃതിയിലാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും ധൃതിയുള്ള ആള് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സാഹചര്യം. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഞങ്ങളുടെ അടുത്ത് പിന്നെ സീറ്റ് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഓഡിയൻസിനോടൊപ്പം അത് ഇരുന്നിട്ട് പറഞ്ഞു, തമാശകൾ പറഞ്ഞു. അതിന് പറഞ്ഞു, സ്മൈൽ സ്മൈൽ സ്മൈൽ, വി ആർ ഓൺ ഫോട്ടോ. അങ്ങനെ ഒത്തിരി തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അന്ന് ഞങ്ങൾക്ക് ഒരു വിട നൽകിയത്.